നമസ്കാരം. ഈ ദിവസത്തെ വാർത്തകളുടെ സമഗ്ര ചിത്രവുമായി ന്യൂസ് അപ്ഡേറ്റ്സ് ആരംഭിക്കുകയാണ്. നോക്കാം തലക്കെട്ടുകൾ. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയത് 42 മണിക്കൂർ. ശനിയാഴ്ച ഉച്ചയ്ക്ക് കുടുങ്ങിയ രവീന്ദ്രനെ കണ്ടെത്തിയത് ഇന്ന് രാവിലെ ലിഫ്റ്റ് നന്നാക്കാനെത്തിയപ്പോൾ 3 ജീവനക്കാർക്ക് സസ്പെൻഷൻ. കനത്ത മഴയിൽ സംസ്ഥാനത്ത് വ്യാപക നാശനഷ്ടം. വടക്കൻ കേരളത്തിൽ അതിതീവ്ര മഴ. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലെ താഴ്ന്ന പ്രദേശങ്ങൾ വെള്ളപ്പൊക്ക ഭീഷണിയിൽ. പയ്യന്നൂരിൽ വീട് തകർന്നു. പന്തളം, അരയാഞ്ഞിലിയിൽ നിരവധി കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. സംസ്ഥാനത്ത് 3 ജില്ലാ കളക്ടർമാർക്ക് മാറ്റം. അനുകുമാരി തിരുവനന്തപുരം ജില്ലാ കളക്ടർ, കോട്ടയം കളക്ടർ വിഘ്നേശ്വരി ഇടുക്കിയിലേക്ക്. ഇടുക്കി കളക്ടറായിരുന്ന ഷീബ ജോർജ് റവന്യൂ വകുപ്പ് അഡീഷണൽ സെക്രട്ടറി. ശ്രീറാം വെങ്കിട്ടരാമൻ ധനവകുപ്പ് ജോയിന്റ് സെക്രട്ടറിയാകും. ആമയിഴഞ്ചാൻ തോട്ടിൽ വീട് മരിച്ച ജോയിക്ക് നാടിന്റെ അന്ത്യാഞ്ജലി. മൃതദേഹം വീട്ടുവളപ്പിൽ സംസ്കരിച്ചു. പണിക്ക് പോകണമെന്ന് പറഞ്ഞുകൊണ്ട് പോകും. ചില താമസിച്ചാൽ പറയില്ല, പെട്ടെന്ന് പോകും. അപകടം പലതും വന്നു. ഇവിടെ ഉയരുന്ന താഴെ വന്നു എന്നിട്ടും ഒന്നും ചെയ്തില്ല. ഈ വേസ്റ്റ് വരാൻ വയ്യും അമ്മയോട്. ജോയിയുടെ അമ്മയ്ക്ക് വീടും 10 ലക്ഷം രൂപയും നൽകുമെന്ന് സർക്കാർ. അമ്മയുടെ ഉത്തരവാദിത്വം സഹോദരന്റെ മകൻ ഏറ്റെടുക്കും. പഴിചാറൽ തുടർന്ന് കോർപ്പറേഷനും മന്ത്രിയും. റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു തവണ ചെയ്തിട്ടുണ്ട്, പക്ഷെ അതിനുശേഷം റെയിൽവേ നിലപാട് കർക്കശമാക്കി. റെയിൽവേ ആക്ടാണ് പിന്നീട് ചെയ്യുന്നത് തടയാൻ റെയിൽവേ ഉപയോഗിച്ചത്. പക്ഷിപ്പനി പടരുന്നു. ആലപ്പുഴയിൽ താറാവടക്കമുള്ള പക്ഷി വളർത്തലിന് 2025 വരെ നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. 32 സ്പോട്ടുകൾ നിർണായകം. PSC കോഴാരോപണത്തിൽ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയവർക്കെതിരെ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുമെന്ന് പ്രമോദ് കോട്ടൂളി. പാർട്ടിക്കുള്ളിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ടെന്നും ആരോപണം. കോട്ടൂളി സത്യം പറഞ്ഞാൽ സംരക്ഷണം നൽകുമെന്ന് BJP. എറണാകുളം ചെങ്ങമനാട് 15കാരന്റെ ആത്മഹത്യക്ക് കാരണം ഓൺലൈൻ ഗെയിം എന്ന് പോലീസ്. മഴക്കോട്ടിട്ട് തൂങ്ങി മരിച്ചത് ഗെയിമിലെ ടാസ്ക് എന്ന് നിഗമനം. ഫോണിൽ കണ്ടെത്തിയ ഗെയിം പരിശോധിക്കും. കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തിയ അർജന്റീന. കൊളംബിയയെ തോൽപ്പിച്ച് 16ാം കിരീടത്തിൽ മുത്തമിട്ട് മെസ്സിയും കൂട്ടരും. വിജയ ഗോൾ നേടിയത് പകരക്കാരനായി എത്തിയ ലൗതാരോ മാർട്ടിനസ്. കിരീട നേട്ടത്തോടെ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിച്ച് ഏഞ്ചൽ ഡി മറിയ. സ്പെയിൻ യൂറോ കപ്പ് ചാമ്പ്യന്മാരായതിൽ അഭിനന്ദന പ്രവാഹം. വാർത്തകളിലേക്ക് വിശദമായി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് OP ബ്ലോക്കിൽ രോഗി ലിഫ്റ്റിൽ കുടുങ്ങിയ സംഭവത്തിൽ 3 ജീവനക്കാരെ സസ്പെൻഡ് ചെയ്തു. 2 ലിഫ്റ്റ് ഓപ്പറേറ്റർമാർ, ഡ്യൂട്ടി സർജന്റ് എന്നിവരെ അന്വേഷണ വിധേയമായിട്ടാണ് സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ഉത്തരവിട്ടിരുന്നു. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പ് ജോയിന്റ് ഡയറക്ടർ, പ്രിൻസിപ്പൽ, സൂപ്രണ്ട് എന്നിവരടങ്ങിയ സംഘം നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് നടപടി. ഇതിനിടെ സംഭവത്തിൽ പ്രതിപക്ഷം അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചു. വകുപ്പ് നോക്കാൻ കഴിയില്ലെങ്കിൽ ആരോഗ്യമന്ത്രി രാജിവെക്കണമെന്ന് VD സതീശൻ ആവശ്യപ്പെട്ടു. തിരുവനന്തപുരം ജില്ലാ കളക്ടർ ജെറോമിക് ജോർജിനെ മാറ്റി. പിന്നാക്ക വികസന വകുപ്പ് ഡയറക്ടറായിട്ടാണ് മാറ്റം. അനുകുമാരി തിരുവനന്തപുരത്തിന്റെ പുതിയ കളക്ടറാകും. കോട്ടയം കളക്ടർ V വിഘ്നേശ്വരിയെയും മാറ്റി. ശ്രീറാം വെങ്കിട്ടരാമൻ ധനവകുപ്പിന്റെ ജോയിന്റ് സെക്രട്ടറിയായും നിയമിതരായി. ജോൺ V സാമുവലാണ് കോട്ടയത്തെ പുതിയ കളക്ടർ. ഇടുക്കി കളക്ടറായിരുന്ന ഷീബ ജോർജിനെ റവന്യൂ വകുപ്പിലെ അഡീഷണൽ സെക്രട്ടറിയാക്കി മാറ്റി. സംസ്ഥാനത്ത് വ്യാപകമായിട്ടുള്ള മഴയും മഴക്കെടുതിയുമാണ്. പ്രത്യേകിച്ചും വടക്കൻ കേരളത്തിലാണ് അതിതീവ്രമായിട്ടുള്ള മഴ. അത് തുടരുകയും ചെയ്യും. കാസർഗോഡ്, കണ്ണൂർ, മലപ്പുറം ജില്ലകളിലാണ് റെഡ് അലേർട്ട്. വയനാട്, കോഴിക്കോട്, പാലക്കാട്, തൃശൂർ, എറണാകുളം ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടുണ്ട്. ഈ ജില്ലകളിൽ അതിശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട് എന്നാണ് കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. തിരുവനന്തപുരം മുതൽ
ഇടുക്കി വരെയുള്ള 6 ജില്ലകളിൽ യെല്ലോ അലർട്ടാണ്. പെരിങ്ങൽകുത്ത് ഡാമിന്റെ വൃഷ്ടി പ്രദേശങ്ങളിൽ മഴ തുടരുന്നതിനാൽ റെഡ് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. മഴ ശക്തമായി തുടരുന്നതിനാൽ കല്ലാർകുട്ടി അണക്കെട്ടിന്റെ ഷട്ടർ തുറന്നു. മൂന്നാമത്തെ ഷട്ടർ 0.30 സെന്റിമീറ്റർ ഉയർത്തി വെള്ളം പുറത്തേക്ക് ഒഴുക്കുന്നുണ്ട്. മുതിരപ്പുഴയാറിന്റെയും പെരിയാറിന്റെയും തീരങ്ങളിലുള്ളവർക്കും ജാഗ്രതാ നിർദ്ദേശമുണ്ട്. കാറ്റും മഴയും ശക്തമായ സാഹചര്യത്തിൽ ഇടുക്കിയിൽ രാത്രി യാത്രയ്ക്ക് ഭരണകൂടം നിരോധനം ഏർപ്പെടുത്തി. ഇതിനിടെ കോട്ടയം ജില്ലയിൽ മഴക്കെടുതിയിൽ വ്യാപകമായുള്ള നാശനഷ്ടമുണ്ടായി. പാലാ പ്രവിത്താനത്ത് ശക്തമായ കാറ്റിൽ വൈദ്യുതി പോസ്റ്റ് തകർന്നു വീണ് നിരവധി വാഹനങ്ങൾക്ക് കേടുപാടുണ്ടായി. വെച്ചൂരിൽ വാഹനങ്ങൾക്ക് മുകളിലേക്ക് മരം വീണും അപകടമുണ്ടായി. കണ്ണൂരിൽ പയ്യന്നൂരിൽ കനത്ത മഴയിൽ ഒരു വീട് തകരുന്ന സാഹചര്യവും ഉണ്ടായി. പയ്യന്നൂർ കണ്ടങ്കാളിയിലെ പടിഞ്ഞാറപ്പുരയിൽ തങ്കമണിയുടെ വീടാണ് തകർന്നത്. ഇന്ന് പുലർച്ചെ 5:30 കൂടിയായിരുന്നു ഇങ്ങനെ ഒരു അപകടം സംഭവിച്ചത്. അപകടം നടക്കുമ്പോൾ തങ്കമണിയും 2 മക്കളും വീട്ടിലെ മറ്റൊരു മുറിയിലായിരുന്നതിനാൽ ദുരന്തത്തിലകപ്പെടാതെ രക്ഷപ്പെട്ടു. പത്തനംതിട്ട പന്തളത്തും ശക്തമായ മഴയും കാറ്റുമുണ്ട്. അവിടെ പന്തളം എക്ഷി വിളക്കാവിന് സമീപം കാറ്റിൽ 10-ലധികം പോസ്റ്റുകൾ ഒടിഞ്ഞു വീണു എന്നാണ് റിപ്പോർട്ടുകൾ. പമ്പാ നദിയിൽ ജലനിരപ്പ് ഉയർന്നതോടെ അരയാഞ്ഞിലി ക്രോസ് വേയിൽ വെള്ളം കയറി. ഇവിടെ നിരവധി കുടുംബങ്ങളാണ് ഒറ്റപ്പെട്ടത്. പത്തനംതിട്ട റാന്നിയിൽ റോഡിലേക്ക് കവുങ്ങ് ഒടിഞ്ഞു വീണും ഒരു അപകടമുണ്ടായി. ബൈക്ക് യാത്രികർ തലനാരിഴയ്ക്കാണ് രക്ഷപ്പെട്ടത്. പുനലൂർ മൂവാറ്റുപുഴ സംസ്ഥാന പാതയിൽ തോട്ടമൺ അമ്പലത്തിന് സമീപമായിരുന്നു അപകടം. ആ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. കോഴിക്കോട് വടകരയിലും കനത്ത മഴയിലും കാറ്റിലും റോഡരികിലേക്ക് പാർക്ക് ചെയ്തിരുന്ന കാറിന് മുകളിലേക്ക് മരം വീണ് അപകടമുണ്ടായി. കടപുഴകി വീഴുകയായിരുന്നു ആ മരം. ഇറിഗേഷൻ കനാൽ റോഡിലാണ് മരം കടപുഴകി വീണത്. സംഭവം നടക്കുമ്പോൾ കാറിനകത്ത് ആളില്ലാത്തതിനാൽ അപകടം ഒഴിവായി. ഇതിനിടെ എറണാകുളത്തും മഴയിലും വെള്ളക്കെട്ടിലും പ്രശ്നങ്ങൾ തുടരുന്നുണ്ട്. കനത്ത മഴയിൽ എറണാകുളം ചെമ്പുമുക്ക് ഭാഗത്ത് അവിടെ അട്ടിപ്പേട്ടി നഗർ റോഡ് ഇടിഞ്ഞു വീണു എന്നുള്ളതാണ്. ചെമ്പുമുക്ക് പള്ളിയുടെ കോമ്പൗണ്ടിലെ ഒരു ഭാഗത്തെ സംരക്ഷണ ഭിത്തിയും ഇടിഞ്ഞു താഴ്ന്നു. ഇടപ്പള്ളി തോടിന്റെ ഭാഗമാണ് താഴ്ന്നത്. 2 മാസം മുമ്പാണ് ഈ റോഡിന്റെ പണി പൂർത്തിയായത് എന്നുള്ളതാണ് ശ്രദ്ധേയം. ഇനി കഴിഞ്ഞ ദിവസങ്ങളായി നമ്മളെല്ലാവരും വളരെ വേദനയോടുകൂടി നോക്കി നിന്നതാണ് ജോയിയുടെ മടങ്ങി വരവിനായി. എന്താണെങ്കിലും തിരുവനന്തപുരം മാമേഴഞ്ചാൻ തോട് വൃത്തിയാക്കുന്നതിനിടെ വീണ് മരണം സംഭവിച്ച ആ ജോയിയുടെ മൃതദേഹം ഇന്ന് സംസ്കരിച്ചു. മാരായമുട്ടത്തെ വീട്ടുവളപ്പിലായിരുന്നു സംസ്കാരം. ജോയിക്ക് അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നിരവധി പേരാണ് വീട്ടിലേക്ക് എത്തിയത്. എട്ട് മണിയോടുകൂടിയാണ് തകരപ്പറമ്പ് ചിത്ര ഹോമിന് പുറകുവശത്തെ മാലിന്യത്തിനടിയിൽ നിന്ന് ജോയിയുടെ മൃതദേഹം കണ്ടെത്തുന്നത്. അപകടം നടന്ന സ്ഥലത്ത് നിന്ന് 1 കിലോമീറ്റർ അകലെയായിരുന്നു മൃതദേഹം. ജോയിയുടെ സഹോദരൻ്റെ മകൻ ഷിജിൻ ജോയിയുടെ അമ്മയെ ഏറ്റെടുക്കും. ജോയിയുടെ അമ്മയ്ക്ക് വീടും 10 ലക്ഷം രൂപയും നൽകാമെന്ന് മേയറും സർക്കാരും ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പിൻ്റെ പശ്ചാത്തലത്തിൽ കൂടുതൽ പ്രതിഷേധങ്ങളിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് കുടുംബാംഗങ്ങൾ അറിയിച്ചത്. എല്ലാ ദിവസവും പോയിട്ട് വീട്ടിൽ വരുമായിരുന്നു. 3 ദിവസം കഴിഞ്ഞ പ്രാവശ്യം തന്നെ പോയത്. എല്ലാ ദിവസവും പോയിട്ട് വരും. അമ്മ മാത്രമേ ഉള്ളൂ വീട്ടിൽ. അതുകൊണ്ട് അമ്മ ഒറ്റയ്ക്കായതുകൊണ്ട് എല്ലാ ദിവസവും വരുമായിരുന്നു വീട്ടിൽ. എന്ത് പണിക്ക് വിളിച്ചാലും പോകും. വേറെ ഏത് പണിക്ക് വിളിച്ചാലും പോകും. ഒരു ജോലിയും കിട്ടിയില്ലെങ്കിൽ ആക്രി പണിക്കുണ്ടെന്ന് വിറ്റപ്പിക്കാനെങ്കിലും പോകും. ചുമ്മാ രാവിലെ 6 മണി കഴിഞ്ഞപ്പോഴും പോയി. 4:30-5 മണിയാകുമ്പോൾ വരുമെന്ന് പറഞ്ഞിട്ട് ഇതുവരെ കണ്ടില്ല.
ഇന്ന് ഇവിടെ ഒരു പ്രതിഷേധം മറ്റു കാര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനിടയായത് 4 ഉറപ്പുകൾ ഗവൺമെന്റിന്റെ ഭാഗത്തുനിന്ന്, നഗരസഭയുടെ ഭാഗത്തു നിന്നും MLAയും ബന്ധപ്പെട്ട വന്ന ജനപ്രതിനിധികളുടെ ഭാഗത്തു നിന്ന് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. അതിൽ ഒരു ഉറപ്പ് ജോയിയുടെ മാതാവിന് വീട് വെച്ച് നൽകാം, വഴിയുണ്ടാക്കി കൊടുക്കാം, 10 ലക്ഷം രൂപ അനുവദിക്കാം, ഷിജിക്ക് ആശ്രിതൻ എന്നുള്ള നിലയിൽ ഷിജിക്ക് നഗരസഭയോ റെയിൽവേയോ തൊഴിൽ നൽകാം. ഈ 4 ഉറപ്പുകളുടെ അടിസ്ഥാനത്തിലാണ് ഞങ്ങൾ ഒരു പ്രതിഷേധവും രേഖപ്പെടുത്താതെ ആ 4 ഉറപ്പുകളും വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് ഇന്ന് ഞങ്ങൾ ഈ ചടങ്ങിലേക്ക് പോയിട്ടുള്ളത്. ചടങ്ങ് അവസാനിച്ചു. ആ 4 ഉറപ്പും പാലിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. ജോയിയുടെ വീട്ടിൽ നിന്ന് ഐഷത്തു ഷംന തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്കാണ് ഇനി. സംസ്കാരം പൂർണ്ണമായും കഴിഞ്ഞു. ഇവിടെയാണ് ജോയിയെ സംസ്കരിച്ചിരിക്കുന്നത്. ജോയിയുടെ തന്നെ സ്ഥലമാണ്, 3/4 സെന്റ് സ്ഥലം ജോയിയുടെ തന്നെ സ്ഥലത്താണ് ഇപ്പോൾ അടക്കം ചെയ്തിട്ടുള്ളത്. ഇന്ന് 2:30 കൂടിയാണ് ജോയിയുടെ മൃതദേഹം വീട്ടിലെത്തിച്ചത്. സഹോദരന്റെ വീട്ടിലാണ് മൃതദേഹം കൊണ്ടുവന്നത്. ഉടൻ തന്നെ ഒരു 10 മിനിറ്റിന് ശേഷം 2:40 കൂടി തന്നെ മൃതദേഹം അടക്കം ചെയ്യാൻ വേണ്ടി കൊണ്ടുപോയി. മൃതദേഹം ജീർണിച്ച അവസ്ഥയിലായതുകൊണ്ട് തന്നെ കൂടുതൽ സമയം വെക്കാൻ സാധിക്കില്ലെന്ന് അറിയിച്ച് വേഗം അടക്കം ചെയ്തു. ഒപ്പം മാതാവിനും അമ്മയ്ക്കും സഹോദരിയുടെ മക്കൾക്കൊക്കെ മാത്രമാണ്, അത്രയും അടുത്ത ബന്ധുക്കൾക്ക് മാത്രമാണ് മൃതദേഹം കാണാൻ സാധിച്ചത്. അവരെ മാത്രമേ കാണിച്ചിട്ടുള്ളൂ. കാരണം ജീർണിച്ച അവസ്ഥയിലായതുകൊണ്ട് തന്നെ മറ്റാരെയും കാണിച്ചില്ല. കൂടുതൽ സമയം വെക്കാനും കഴിയില്ലെന്ന് അറിയിക്കുകയായിരുന്നു. എന്തായാലും ഇവിടെ ജോയിയുടെ ഒരു 3/4 സെന്റ് സ്ഥലത്താണ് ജോയിയെ ഇപ്പോൾ അടക്കം ചെയ്തിരിക്കുന്നത്. ഇങ്ങോട്ട് കൃത്യമായ ഒരു വഴിയില്ല. ഇത് പള്ളി വക ഉള്ള സ്ഥലത്തൂടെയാണ് ഇങ്ങോട്ടുള്ള ഒരു വഴി എന്ന് പള്ളിയുടെ അവരുടെ സമ്മതത്തോടു കൂടി ഇങ്ങോട്ടുള്ള ഒരു വഴി ഉണ്ടാക്കുകയായിരുന്നു. ഇതിന് തൊട്ടപ്പുറത്താണ് ജോയിയുടെ സഹോദരന്റെ വീട്. അതിന് പിൻവശത്താണ് ജോയിയുടെ വീടുള്ളത്. ഈ ജോയിയുടെ വീട് ഒരു ഉയർന്ന പ്രദേശത്ത് ആണ്. അവിടെ അങ്ങോട്ട് കൃത്യമായ ഒരു വഴിയില്ല. ഒരു ചെറിയ വഴി മാത്രമാണ് അങ്ങോട്ടുള്ളത്. അത് തന്നെ ഇപ്പോൾ പൂർണ്ണമായും ഇടിഞ്ഞ അവസ്ഥയിലാണ്. അമ്മയ്ക്ക് വേണ്ടി മാത്രമാണ് ജോയ് ജീവിച്ചിരുന്നത്. എന്ത് ജോലിക്കും പോവാൻ ജോയ് തയ്യാറായിരുന്നു. അമ്മയെ എങ്ങനെയും സംരക്ഷിക്കണം, എന്ത് ജോലി ചെയ്താണെങ്കിലും അമ്മയെ നോക്കണം എന്നുള്ള ഒരു ഉദ്ദേശം മാത്രമേ ജോയ്ക്കുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ എല്ലാ ജോലിക്കും ജോയ് പോകുമായിരുന്നു. ഒരു ജോലിയുമില്ലാത്ത സമയത്ത് ആക്രി പെറുക്കാൻ വരെ ജോയ് പോയിരുന്നു. അത് തന്നെയാണ് അമ്മയും കുടുംബാംഗങ്ങളും പ്രദേശവാസികളും ഒക്കെ നമ്മോട് പറഞ്ഞതും. അത്രയും കഷ്ടപ്പെട്ടാണ് ജോയ് കുടുംബത്തിന് വേണ്ടി മാത്രമായിരുന്നു ജോയ് ജീവിച്ചിരുന്നത്. എന്തായാലും കുടുംബത്തിന് ഇനി ഈ അമ്മയ്ക്ക് ഒരു വീട്, അതുപോലെ അമ്മയെ നോക്കുന്ന സഹോദരന്റെ മകനാണ് അമ്മയെ ഏറ്റെടുക്കുക. ആ മകന് ഒരു ജോലി, ഒപ്പം 10 ലക്ഷം രൂപ ധനസഹായം, അടിയന്തര ധനസഹായം, പിന്നെ വീട്ടിലേക്കുള്ള ഒരു വഴി, ഈ 4 കാര്യങ്ങൾ മേയറും MLAയും എത്തി ഉറപ്പ് നൽകിയിട്ടുണ്ട്. ഈ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ തന്നെ മറ്റൊരു പ്രതിഷേധത്തിലേക്ക് പോകുന്നില്ലെന്നാണ് ഇപ്പോൾ പ്രദേശവാസികളും ജോയിയുടെ ബന്ധുക്കളും അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഈ ഉറപ്പുകൾ പാലിക്കപ്പെടുമെന്ന് തന്നെയാണ് അവർ പ്രതീക്ഷിക്കുന്നത്. മാലിന്യത്തിൽ വീണുള്ള ജോയിയുടെ മരണം രാഷ്ട്രീയ വാക്പോരിനും തിരികൊളുത്തി. ജോയിയുടെ മരണത്തിൽ പരസ്പരം പഴിചാരുകയാണ് കോർപ്പറേഷനും റെയിൽവേയും. കോർപ്പറേഷൻ അധികാരമില്ലാത്ത റെയിൽവേ ഭൂമിയിലാണ് സംഭവം നടന്നതെന്നും റെയിൽവേ ആക്ട് പ്രകാരം മാലിന്യ നിർമ്മാർജ്ജനമടക്കം റെയിൽവേയുടെ ചുമതലയാണെന്നും മന്ത്രി MP രാജേഷ് പറഞ്ഞു. വന്ന ഒരു പ്രശ്നം അങ്ങോട്ടും ഇങ്ങോട്ടും പഴിചാരുന്നു എന്നാണ്. യഥാർത്ഥത്തിൽ പഴിചാരിയല്ല. റെയിൽവേയുടെ ഭൂമിയിൽ കോർപ്പറേഷനോ സർക്കാരിനോ നേരിട്ട് ചെയ്യാൻ പറ്റില്ല. ഒരു തവണ ചെയ്തിട്ടുണ്ട്. പക്ഷെ അതിനുശേഷം റെയിൽവേ നിലപാട് കർക്കശമാക്കി. റെയിൽവേ ആക്ടാണ് പിന്നീട് ചെയ്യുന്നത് തടയാൻ റെയിൽവേ ഉപയോഗിച്ചത്. റെയിൽവേ ആക്ടിൽ പറയുന്ന വ്യക്തമായിട്ടുള്ള കാര്യങ്ങളുണ്ട്. റെയിൽവേ ഭൂമിയിൽ മറ്റാർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല. നഗരസഭ എന്നുള്ള നിലയിൽ പറയേണ്ട കാര്യങ്ങൾ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്നത് ബഹുമാന്യനായ തദ്ദേശ സ്വയംഭരണ വകുപ്പ് മന്ത്രി അദ്ദേഹം തന്നെ ഇന്നലെ ചില കാര്യങ്ങൾ പറഞ്ഞു, ഇന്നും അദ്ദേഹം പറയും. നമുക്ക് ഒരു കാരണവശാലും മാറ്റി നിർത്താൻ പറ്റുന്ന ഒരു പ്രവണതയല്ല. ഇപ്പൊ നമ്മൾ 2 ദിവസങ്ങളായി നമ്മൾ പൂർണ്ണമായി അവിടെ ഉണ്ടല്ലോ. ആ പ്രവണതകളൊന്നും മാറ്റി നിർത്താൻ കഴിയാത്തതാണ്. അതിൽ ആരൊക്കെയാണോ ഇടപെടേണ്ടത്, അതിൽ നഗരസഭ ഒരിക്കലും നഗരസഭയുടെ ഉത്തരവാദിത്തം മാലിന്യ സംസ്കരണ നമ്മൾ വിഡ്രോ ചെയ്യുന്നേയില്ല, നമ്മളെവിടെയും പറഞ്ഞിട്ടുമില്ല. അതിൽ മറ്റ് വകുപ്പുകൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അത് റെയിൽവേ ആകട്ടെ ഇറിഗേഷൻ ആകട്ടെ, അവരെ കൂടി ചേർത്ത് നിർത്തിക്കൊണ്ട്, പക്ഷെ അവർ ചെയ്യേണ്ട കാര്യങ്ങൾ അവർ ചെയ്യണം, അത് പ്രധാനമാണ്.
അതിനാവശ്യമായ എല്ലാ സംവിധാനങ്ങളും നഗരസഭ ചെയ്യും. നഗരസഭയുടെ തുടർച്ചയായ ഇടപെടലിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരൊരു ടെൻഡർ കൊടുക്കാനെങ്കിലും തയ്യാറായത് എന്ന് നമുക്കിപ്പോൾ വ്യക്തമാണല്ലോ. എന്നാൽ സർക്കാരിന് അനാസ്ഥയാണ് കാരണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ വിമർശനം. ഇപ്പൊ ജോയിയുടെ തിരോധാനവുമായി ബന്ധപ്പെട്ട് എത്ര ടൺ മാലിന്യമാണ് അവിടെ നിന്ന് നീക്കിയത്? അപ്പൊ ഇവർക്ക് ചെയ്യാൻ പറ്റുമല്ലോ, ഇവര് ചെയ്തില്ല. കോർപ്പറേഷനും റെയിൽവേയും അത് തമ്മിൽ സംഘർഷം ഉണ്ടെങ്കിൽ അത് ഒത്തുതീർപ്പാക്കേണ്ടത് സർക്കാരല്ലേ? സർക്കാർ അവിടെ നോക്കുകുത്തിയായി നിന്നു. സംസ്ഥാനത്തുടനീളം ഈ മാലിന്യ നീക്കം സ്തംഭിച്ചു. അതിന്റെ ഭാഗമായി വ്യാപകമായി പകർച്ചവ്യാധികൾ പടർന്നു പിടിക്കുകയാണ്. അവര് നമ്മൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവരെ വ്യക്തിപരമായ ആരോപണം ഉന്നയിക്കുന്ന രീതിയിലാണ് മറുപടി പറയുന്നത്. നമ്മൾ അതല്ലല്ലോ പറയുന്നത്. നമ്മൾ ഏത് വ്യക്തിയാണ് ആ കസേരയിൽ ഇരിക്കുന്നതെന്ന് അല്ലല്ലോ വിഷയം. ഒരു പൊസിഷനിൽ നമുക്ക് അവരോടല്ലേ പറയാൻ പറ്റുള്ളൂ, നമുക്ക് ഗവൺമെന്റിനോടല്ലേ പറയാൻ പറ്റുള്ളൂ. അവര് പറയുന്നത് ഒരു കുഴപ്പമില്ല എന്നാണ് പറയുന്നത്. കേരളത്തിൽ ഒരു കുഴപ്പമില്ല എന്നാണ് നിയമസഭയിൽ പറഞ്ഞത്. നമ്മളെല്ലാം മോശമായിട്ട് ഗവൺമെന്റിനെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി പറഞ്ഞ രീതിയിലാണ് മറുപടി പറഞ്ഞത്. യാഥാർത്ഥ്യം അതല്ലല്ലോ. ഞങ്ങൾ നന്നായി ഹോംവർക്ക് ചെയ്ത് പബ്ലിക് ഹെൽത്ത് എക്സ്പേർട്ടുകളുമായി വിശദമായ ചർച്ച നടത്തിയതിന് ശേഷമാണ് അത് കേരളത്തിന്റെ ഫോക്കസിൽ കൊണ്ടുവരാൻ ഉത്തരവാദിത്തത്തോടുകൂടി ഞങ്ങൾ ചെയ്ത്. അതിനോടുള്ള അവർ കൊടുത്ത മറുപടി നിങ്ങൾ ശ്രദ്ധിക്കും. ഇന്നിപ്പോ എന്താ ഈ സ്ഥിതി? ഈ രണ്ട് കാര്യങ്ങളും ഞങ്ങൾ ഗൌരവത്തോടുകൂടി പറഞ്ഞ കാര്യങ്ങളാണ്. രാഷ്ട്രീയ മുതലെടുപ്പിന് വേണ്ടിയാണ് പ്രതിപക്ഷം ശ്രമിക്കുന്നത് എന്ന് സർക്കാരും തിരിച്ചടിച്ചു. ഇന്നലെ പ്രതിപക്ഷ നേതാവ് കൊച്ചിയിൽ മാധ്യമങ്ങളെ കണ്ട് എന്തെല്ലാമാണ് അദ്ദേഹം പറഞ്ഞത്? നാട് മുഴുവൻ ശ്രദ്ധിച്ചുകൊണ്ടിരുന്നത് ജോയിയെ തിരിച്ചു കിട്ടില്ലെന്നുള്ള കാര്യത്തിലായിരുന്നല്ലോ. അത് കഴിയുന്നതുവരെ എന്നിട്ട് സർക്കാരിനെതിരെ പറഞ്ഞോട്ടെ, ഞങ്ങൾക്കപ്പം മറുപടിയും പറയാം. കാത്തിരിക്കാനുള്ള ഒരു വിവേകമെങ്കിലും പ്രതിപക്ഷ നേതാവിൽ നിന്ന് നമ്മളെല്ലാവരും പ്രതീക്ഷിച്ചു. നിർഭാഗ്യവശാൽ അതുണ്ടായില്ല. ഒരു ദുരന്തമുണ്ടാവുമ്പോൾ അതിൽ നിന്ന് കിട്ടാൻ പോകുന്ന രാഷ്ട്രീയ ലാഭത്തെക്കുറിച്ച് സന്തോഷം പൂണ്ട് ചാടി വീഴുന്നത് ഒരു പരിഷ്കൃത സമൂഹത്തിന് ഭൂഷണമാണോ എന്ന കാര്യം അങ്ങനെ ചാടി വീണ് എല്ലാവരും ആലോചിക്കേണ്ടതാണ്. ഈ രാഷ്ട്രീയ വാഗ്പോരിന്റെ വിവരങ്ങൾ വി അരുൺ പങ്കുവയ്ക്കും. ജോയിയുടെ മരണത്തിന് ഉത്തരവാദി ആര് എന്നതാണ് പ്രധാന ചർച്ചാ വിഷയം, പ്രധാന വിവാദം. ഇപ്പോൾ കേരളത്തിൽ ഏറ്റവും പ്രധാനമായി ആദ്യ ദിവസം ഉണ്ടായത് നഗരസഭയും റെയിൽവേയും തമ്മിലുള്ള തർക്കമായിരുന്നു. റെയിൽവേയുടെ ഭൂമിയാണ്, റെയിൽവേയുടെ അധീനതയിലുള്ള പ്രദേശമാണ്, അവിടെ വൃത്തിയാക്കാനുള്ള ഉത്തരവാദിത്വം റെയിൽവേക്കാണെന്ന വാദവുമായി മേയർ ആര്യ രാജേന്ദ്രനാണ് ആദ്യം രംഗത്ത് വന്നത്. മേയറെ ചോദ്യം ചെയ്തുകൊണ്ടും തള്ളിപ്പറഞ്ഞുകൊണ്ടും റെയിൽവേ DRM അടക്കമുള്ളവർ രംഗത്ത് വന്നു. റെയിൽവേക്ക് കൃത്യമായി നിരന്തരം നോട്ടീസ് നൽകിയിരുന്നു, ഈ സ്ഥലം വൃത്തിയാക്കണം, വൃത്തിയാക്കിയില്ലെങ്കിൽ അത് ആമിഴഞ്ചാൻ തോടിന്റെ ഗതിയെ ഒഴുക്കിനെ ബാധിക്കുമെന്ന മുന്നറിയിപ്പ് നൽകിയിരുന്നു. പലതവണ നോട്ടീസ് നൽകിയിരുന്നുവെന്നായിരുന്നു നഗരസഭയുടെ വാദം. അത് ചോദ്യം ചെയ്തുകൊണ്ടാണ് DRM രംഗത്ത് വന്ന, റെയിൽവേ രംഗത്ത് വന്ന. ഏതായാലും ആ വിവാദം ഇപ്പോൾ സംസ്ഥാനത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടികൾ ഏറ്റെടുക്കുകയാണ്. പ്രതിപക്ഷ നേതാവ് രൂക്ഷ വിമർശനമാണ് സർക്കാരിനും നഗരസഭയ്ക്കുമെതിരെ ഉന്നയിച്ചത്. BJPയും അതേ രീതിയിൽ നഗരസഭയ്ക്കെതിരെയും സർക്കാരിനെതിരെയും രംഗത്ത് വരുന്നു. ഇത്തരമൊരു ദാരുണ സംഭവത്തെ പോലും രാഷ്ട്രീയവത്കരിക്കാനും വിവാദങ്ങളിൽ കൊണ്ടുവിടാനുമാണ് പ്രതിപക്ഷ നേതാവിന്റെ ശ്രമമെന്ന ആരോപണവുമായി കഴിഞ്ഞ കുറേ ദിവസങ്ങളായി പ്രതിപക്ഷ നേതാവുമായി നിയമസഭയിൽ ഏറ്റുമുട്ടുന്ന മന്ത്രി MB രാജേഷ് രംഗത്ത് വന്ന. അദ്ദേഹം തദ്ദേശ വകുപ്പ് മന്ത്രി കൂടിയാണ്. സ്വാഭാവികം അദ്ദേഹത്തിന്റെ വകുപ്പിൽപ്പെടുന്ന കാര്യം കൂടിയാണ് നഗരസഭയും ഈ ശുചിത്വവുമായി ബന്ധപ്പെട്ട മാലിന്യ നീക്കവുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും ഒക്കെ. അദ്ദേഹവും മേയർക്ക് പൂർണ്ണ പിന്തുണയുമായി രംഗത്ത് വന്നു. ഏതായാലും ഈ രാഷ്ട്രീയവാദങ്ങൾ ജോയിയുടെ മരണശേഷവും തുടരുമെന്ന് തന്നെയാണ് വ്യക്തമാക്കുന്നത്. സംസ്ഥാനത്ത് എല്ലായിടത്തും മാലിന്യ പ്രശ്നമുണ്ട്, പക്ഷേ തലസ്ഥാനത്ത് കഴിഞ്ഞ കുറേ നാളുകളായി അത് അതിന്റെ പാരമ്യത്തിലാണ്. തലസ്ഥാനത്തെ പ്രധാനപ്പെട്ട മാലിന്യവാഹിനിയായ ആമേഴഞ്ചാൻ തോട് തീർത്തും ദുരവസ്ഥയിലാണ്. അവിടെ വെള്ളം ഒഴുകാൻ കഴിയാത്ത തരത്തിൽ മാലിന്യങ്ങൾ നിറയുന്ന അവസ്ഥയുണ്ട്. അതിന് സർക്കാരിനും അതുപോലെ നഗരസഭയ്ക്കും ഒക്കെ പങ്കുണ്ട്. അതിനൊപ്പം തന്നെ നാട്ടുകാർക്കും അവിടേക്ക് മാലിന്യങ്ങൾ വലിച്ചെറിയുന്ന വ്യാപാരികളടക്കമുള്ളവർക്കും പങ്കുണ്ടെങ്കിലും ഇത് സർക്കാരിൻ്റെ നഗരസഭയുടെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് മാലിന്യ നീക്കം. മാലിന്യങ്ങൾ ഇങ്ങനെ പൊതുനിരത്തുകളിലേക്കും അതുപോലെ തന്നെ തോടുകളിലേക്കും മറ്റ് ജലാശയങ്ങളിലേക്കും വലിച്ചെറിയ തടയുന്ന നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്ന ആവശ്യമാണ് ശക്തമാകുന്ന യഥാസമയം മാലിന്യ നീക്കം നടക്കാത്തതാണ് ഇത്തരത്തിൽ ആമേഴഞ്ചാൻ തൊട്ടടക്കം ഈ രീതിയിലുള്ള മാലിന്യ മലയ്ക്ക് കാരണമെന്ന വിമർശനം ശക്തമാണ്. മാത്രമല്ല മഴക്കാല പൂർവ്വ ശുചീകരണം സംസ്ഥാനത്ത് കൃത്യമായി നടന്നിട്ടില്ല എന്ന് നേരത്തെ പ്രതിപക്ഷവും BJPയും ഒക്കെ കുറ്റപ്പെടുത്തിയതാണ്. തിരുവനന്തപുരം നഗരസഭയ്ക്കെതിരെ വലിയ ആരോപണം ഈ വിഷയത്തിൽ ഉയർന്നു വരുന്നു. നഗരസഭയെ മേയറെ ലക്ഷ്യമിട്ടുള്ള നീക്കങ്ങളാണ് പൊതുവിൽ
നടക്കുന്നത്. മേയറുടെ രാജി വരെ ആവശ്യപ്പെട്ടുള്ള നീക്കങ്ങൾ BJPയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുന്നു. വരാൻ പോകുന്ന തദ്ദേശ തെരഞ്ഞെടുപ്പിന് ഏതാനും മാസങ്ങൾ മാത്രമാണ് ബാക്കി. അവിടെയും ഇത് പ്രധാനപ്പെട്ട ഒരു പ്രചരണ വിഷയമായി മാറും. അതുകൂടി ലക്ഷ്യമിട്ടുകൊണ്ടുള്ള നീക്കങ്ങളാണ് സംസ്ഥാനത്തെ മുന്നണികൾ നടത്തുന്നത്. മേയറെ പൂർണ്ണമായി പ്രതിരോധിച്ചുകൊണ്ട് നഗരസഭയുടെ മാത്രം ഉത്തരവാദിത്തമല്ല ഇതെന്ന് സ്ഥാപിക്കാനാണ് ഭരണപക്ഷത്തിൻ്റെ ശ്രമം. ജനങ്ങൾ കൂടി ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. കൃത്യമായ നടപടികൾ നഗരസഭ സ്വീകരിക്കുന്നുണ്ടെങ്കിലും ഇത് പൂർണ്ണമായും തങ്ങളുടെ തലയിൽ കെട്ടിവെക്കാനുള്ള നീക്കത്തെ പ്രതിരോധിക്കാൻ തന്നെയാണ് CPMന്റെയും ഭരണമുന്നണിയുടെയും തീരുമാനം. പക്ഷിപ്പനി വ്യാപകമായി പടരുന്ന സാഹചര്യത്തിൽ ആലപ്പുഴയിൽ താറാവടക്കമുള്ള പക്ഷി വളർത്തലിന് 2025 വരെ നിരോധനം ഏർപ്പെടുത്തേണ്ടി വരുമെന്ന് മന്ത്രി ജെ ചിഞ്ചുറാണി. വൈറസിന് ശക്തി കുറയുന്നതുവരെ നിയന്ത്രണങ്ങൾ വേണ്ടിവരും. ഇത് സംബന്ധിച്ച് കർഷകരുമായി ചർച്ച നടത്തി. 32 സ്പോട്ടുകൾ വളരെ നിർണായകമാണ് എന്നും ജെ ചിഞ്ചുറാണി കൂട്ടിച്ചേർത്തു. ആലപ്പുഴയ്ക്ക് പുറമെ പത്തനംതിട്ടയിലും പക്ഷിപ്പനി സ്ഥിരീകരിച്ചിരുന്നു. PC കോഡ് ആരോപണത്തിൽ താൻ നൽകിയ വിശദീകരണം CPM കോഴിക്കോട് ടൗൺ ഏരിയ കമ്മിറ്റി മുഖവിലക്കെടുക്കാത്ത സാഹചര്യത്തിൽ സംസ്ഥാന കമ്മിറ്റിക്ക് പരാതി നൽകുമെന്ന് പ്രമോദ് കോട്ടൂളി. ഗൂഢാലോചന നടത്തിയവരെ പുറത്തു കൊണ്ടുവരണമെന്നും പാർട്ടിക്കുള്ളിൽ സ്ക്രിപ്റ്റ് റൈറ്റേഴ്സ് ഉണ്ട് എന്നും പ്രമോദ് പറഞ്ഞു. നിയമവിദഗ്ധരുമായി ആലോചിച്ച് ഉടൻ പോലീസിൽ പരാതി നൽകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഗൂഢാലോചന എന്ന് പറഞ്ഞാൽ സ്ക്രിപ്റ്റ് നടന്നിട്ടുണ്ടല്ലോ. ഒരു സ്ട്രോങ് ആയിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് രചിച്ചിട്ടുണ്ട്. ആ സ്ക്രിപ്റ്റ് രചിച്ചത് ആരാണ്? അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് രചിച്ച് ഈ കളവുകൾക്ക് കൂടെ ഇങ്ങനെ ഓരോ രീതിയിലുള്ള തെറ്റിദ്ധാരണകൾ പരത്തി ഒരു സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയാണ്. ആ സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയ ആൾക്കാർ പുറത്തു കൊണ്ടുവരണം. ഒരാൾ വീണ് പോയാൽ, ഒരാൾ വീണ് കിടക്കുന്ന റോട്ടിൽ എല്ലാവരും കുറേ ആൾക്കാർ നോക്കിക്കും. അതിൽ ഏതെങ്കിലും 1-2 ആൾക്കാർ എടുത്തു കൊണ്ടുപോകുള്ളൂ. ആ നോക്കി നിൽക്കുന്ന മനുഷ്യരൊക്കെ ഇത് കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ആ എടുത്തു കൊണ്ടുപോകുന്നവരാണ് എന്ത്? അവരുടെ മനസ്സിലാണ് സഹതാപുള്ളത്. ആ സഹതാപുള്ള മനുഷ്യന്മാരെ തകർക്കുക എന്നുള്ളതാണ്. അങ്ങനെ ആരും എടുത്തു കൊണ്ടുപോകണ്ട. ആംബുലൻസ് രാത്രി ഓടണ്ട. ആംബുലൻസിനകത്ത് പ്രമോദ് കോട്ടൂളി പോയിട്ട് എന്ത് ചെയ്യണ്ട? നട്ടപ്പാതിരയ്ക്ക് പോയിട്ട് ആളെ രക്ഷപ്പെടുത്തണ്ട. വിശക്കുന്നവന് ചോറ് കൊടുക്കണ്ട. നഗരത്തിൽ പോയിട്ട് ചോറ് കൊടുക്കണ്ട. ഈ ഇവിടുത്തെ നാട്ടിലെ മാങ്ങ മുഴുവൻ പറിച്ചിട്ട് എല്ലാവർക്കും അച്ചാറിട്ടിട്ട് ഓണത്തിന് എല്ലാവർക്കും ഒരു സദ്യയുടെ കൂടെ ഒരു വിഭവം ഈ വിളമ്പണ്ട എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന പ്രശ്നമാണ്. PC കോഴയിൽ സമഗ്ര അന്വേഷണം ആവശ്യപ്പെട്ട് BJP കോഴിക്കോട് കളക്ടറേറ്റിലേക്ക് മാർച്ച് നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി MT രമേശാണ് മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. വിവാദത്തിൽ പ്രമോദ് കോട്ടൂളി സത്യം തുറന്നു പറയാൻ തയ്യാറായാൽ BJP സംരക്ഷണം ഒരുക്കുമെന്നും MT രമേശോട് പറഞ്ഞു. പാലക്കാട് യുവമോർച്ച നേതാവിന്റെ നേതൃത്വത്തിൽ BJP നേതാവിന്റെ വീട് ആക്രമിച്ചു. സംഭവത്തിൽ യുവമോർച്ച മണ്ഡലം ഭാരവാഹി പിടിയിലായി. മണലി സ്വദേശിയും യുവമോർച്ച മണ്ഡലം ഭാരവാഹിയുമായിട്ടുള്ള രാഹുലിന്റെ നേതൃത്വത്തിലായിരുന്നു ആക്രമണം. സുഹൃത്തുക്കളായിട്ടുള്ള അനുജിൻ, അജേഷ് കുമാർ, സീനപ്രസാദ്, അജേഷ് എന്നിവർ പിടിയിലായി. സമൂഹ മാധ്യമങ്ങളിൽ മുൻ കൗൺസിലർ അച്യുതാനന്ദനിട്ട കമന്റാണ് ഇത്തരത്തിലൊരു ആക്രമണം നടത്താൻ പ്രേരകമായത്. കണ്ണൂരിൽ ഇന്ധനവില നൽകാത്തത് ചോദ്യം ചെയ്ത പെട്രോൾ പമ്പ് ജീവനക്കാരനെ കാറിന്റെ ബോണറ്റിലിരുത്തി അപായകരമായി വാഹനമോടിച്ച പോലീസുകാരന്റെ അറസ്റ്റ് രേഖപ്പെടുത്തി. കണ്ണൂർ എയർ ക്യാമ്പിലെ പോലീസ് ഉദ്യോഗസ്ഥൻ K സന്തോഷ് കുമാറിന്റെ അറസ്റ്റാണ് രേഖപ്പെടുത്തിയത്. സംഭവത്തിന് ശേഷം സസ്പെൻഷനിലായിട്ടുള്ള പോലീസുകാരന്റെ പേരിൽ വധശ്രമത്തിന് കേസെടുത്തിരുന്നു. കാസർഗോഡ് പഞ്ചിക്കലിൽ സ്കൂൾ വരാന്തയിൽ നവജാത ശിശുവിനെ ഉപേക്ഷിച്ച നിലയിൽ കണ്ടെത്തി. ദേലമ്പാടി പഞ്ചിക്കൽ ശ്രീകൃഷ്ണമൂർത്തി AUP സ്കൂൾ വരാന്തയിലാണ് ഇന്നലെ വൈകിട്ട് 1 ദിവസം മാത്രം പ്രായമുള്ള പെൺകുഞ്ഞിനെ കണ്ടെത്തിയത്. കുട്ടിയുടെ കരച്ചിൽ കേട്ടാണ് നാട്ടുകാർ വിവരമറിയുന്നത്. കുഞ്ഞിന് ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്ന് ആരോഗ്യവകുപ്പ് അറിയിച്ചു. സംഭവത്തിൽ ആദൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം ആരംഭിച്ചു. പാലക്കാട് പട്ടാമ്പിയിൽ കാറ് നിയന്ത്രണം വിട്ട് വീടിന്റെ മതിലിടിച്ചു. പട്ടാമ്പി ഭാഗത്ത് നിന്ന് പെരിന്തൽമണ്ണ ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാറാണ് അപകടത്തിൽപ്പെട്ടത്. വീടിന്റെ മതിൽ ഭാഗികമായി തകർന്നു. കാർ എന്നാൽ നിർത്താതെ തിരികെ പോവുകയും ചെയ്തു. അമിത വേഗത്തിലായിരുന്നു കാറ് ഉണ്ടായിരുന്നത്. സമീപത്ത് വാഹനങ്ങളോ ആളുകളോ ഇല്ലാതിരുന്നതിനാൽ വലിയ അപകടമാണ് ഒഴിവായത്. കോപ്പ അമേരിക്ക കിരീടം നിലനിർത്തിയ അർജന്റീന. അധിക സമയത്തേക്ക് നീണ്ട മത്സരത്തിൽ എതിരില്ലാത്ത 1 ഗോളിനാണ് അർജന്റീന കൊളംബിയയെ മറികടന്നത്. പകരക്കാരനായി എത്തിയ ലൗതാരോ മാർട്ടിനസ് ആണ്
വിജയ ഗോൾ സ്വന്തമാക്കിയത്. ഈ ജയത്തോടുകൂടി കോപ്പയിൽ അർജന്റീനയുടെ കിരീട നേട്ടം അങ്ങനെ 16ാമതായി. കിരീട നേട്ടത്തോടുകൂടി തന്നെ ഏഞ്ചൽ ഡി മരിയ രാജ്യാന്തര മത്സരങ്ങളിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. ഈ മധുരക്കോപ്പയിലെ ലഹരി രുചിക്കാതെ കണ്ണീർ വാർത്ത് അയാൾക്ക് ഇന്ന് മടങ്ങേണ്ടി വന്നിരുന്നുവെങ്കിലും ആഘോഷപ്രകമ്പനം ദിക്കെട്ടിലും ഉയരാതെ കോപ്പ അമേരിക്ക ടൂർണമെന്റിന് ഫൈനൽ വിസിൽ മുഴങ്ങിയിരുന്നുവെങ്കിലോ അർജന്റീന വിരുദ്ധതയിൽ രൂപീകൃതമായ സാമ്പാർ മുന്നണിക്ക് പോലും അതൊരു സങ്കട കാഴ്ചയാകുമായിരുന്നു നിശ്ചയം. മെസ്സി എന്ന ഫുട്ബോളിന്റെ സൽപുത്രന് മാത്രമല്ല, ആകാശനീലയുടെ മാലാഖ ഡി മരിയയ്ക്കും ഈ കിരീടം അനിവാര്യതയായിരുന്നു. ആദ്യ പാതി കൊളംബിയയുടെ താളത്തിനൊത്താണ് തുള്ളിയത്. എന്നാൽ രണ്ടാം പാതിയുടെ നിറം മാറി. കഥ മെനയുന്ന നായകനായി മെസ്സി ഇല്ലായിരുന്നുവെങ്കിലും അർജന്റീന തന്നെ കളം നിറഞ്ഞു. 64-ാം മിനിറ്റിലാണ് പരുക്കേറ്റ് മെസ്സി മടങ്ങുന്നത്. ചങ്ക് തകർത്തായിരുന്നു ആ പോക്ക്. ഏങ്ങലടിച്ച് നിലവിളിക്കുന്ന മെസ്സിയെ കാണാനാകാതെ കണ്ണടച്ചു നിന്നവരാണ് നമ്മളിലധികവും. നിശ്ചിത സമയവും ഗോൾ പിറക്കാതായതോടെ നിലച്ചുപോയി നെഞ്ചിടിപ്പ്. അധിക സമയത്തിന്റെ പാതിയും ഗോളില്ലാ കളിയായതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ കോട്ട കെട്ടാൻ തുടങ്ങി എമിലിയാനോ ആരാധകർ. പക്ഷേ ആ കോട്ട ഉയരും മുമ്പേ തന്നെ വിജയ് കോപ്പയിലേക്ക് ഒരു ഗോൾ വായിച്ചു ലൗതാരോ മാർട്ടിനസ്. പൊട്ടാൻ നിന്ന അണക്കെട്ട് പോലെയായിരുന്നു ഫുട്ബോൾ ലോകം. പിന്നീട് അങ്ങോട്ട് ആവേശം, ആഘോഷം, അർമാദം. കോപ്പയുടെ വിജയലഹരിയിൽ അർജന്റീനയ്ക്ക് മധുര 16 തുടർച്ചയായി 3 സുപ്രധാന കിരീടങ്ങൾ. എങ്ങനെ ആർത്തു പൊന്താതിരിക്കും ആഘോഷ പ്രകമ്പനം. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18. യൂറോ കപ്പ് കിരീടം സ്പെയിൻ സ്വന്തമാക്കി. ഇംഗ്ലണ്ടിനെ 1-2 ഗോളുകൾക്ക് തകർത്താണ് കിരീട നേട്ടം. മത്സരം തീരാൻ 4 മിനിറ്റ് മാത്രം ബാക്കി നിൽക്കെ ഒയർസബാലാണ് വിജയ ഗോൾ നേടിയത്. തുടർച്ചയായ 2ാം തവണയും ഫൈനലിൽ ഇംഗ്ലണ്ടിന് അങ്ങനെ അടിതെറ്റി. ബെർലിനിലെ ഒളിമ്പിക് സ്റ്റേഡിയത്തിൽ സ്പാനിഷ് അർമാഡയുടെ ആർമാദം. യുവത്വവും പരിചയസമ്പത്തും ഒത്തൊരുമിച്ച സ്പാനിഷ് സംഘം യൂറോപ്പിന്റെ നെറുകയിൽ. പ്രതിരോധത്തിലൂന്നിയായിരുന്നു ആദ്യ പകുതി, പ്രത്യേകിച്ച് ഇംഗ്ലണ്ട്. യമാലും നിക്കോയും മുന്നേറ്റങ്ങൾ നടത്തിയെങ്കിലും ഇംഗ്ലീഷ് പ്രതിരോധത്തിൽ തട്ടി മടങ്ങി. ഗോൾ രഹിതമായിരുന്നു ആദ്യ പകുതിയെങ്കിൽ 2ാം പകുതി ആരംഭിച്ച 1 മിനിറ്റിനുള്ളിൽ സ്പെയിൻ വലകുലുക്കി. ഇംഗ്ലീഷ് താരങ്ങളെ വെട്ടിച്ച് യമാൽ നൽകിയ പാസിൽ നിക്കോയുടെ ഇടങ്കാൽ ഷോട്ട് പിക്ഫോർഡിനെ മറികടന്ന് വലയിൽ. ഗോൾ നേടിയതോടെ സ്പെയിൻ കൂടുതൽ അക്രമകാരികളായി. റിലയൻസിന്റെ ഗോൾ മുഖത്ത് അവർ നിരന്തരം ആക്രമണം നടത്തി. 60ാം മിനിറ്റിൽ ക്യാപ്റ്റൻ ഹാരി കെയ്നെയും 70ാം മിനിറ്റിൽ കോബി മെയ്നുവിനെയും പിൻവലിച്ച ഇംഗ്ലീഷ് പരിശീലകൻ ഗാരത്ത് സൗത്ത്ഗേറ്റിന്റെ തന്ത്രം ഫലിച്ചു. മെയ്നുവിന് പകരക്കാരനായെത്തിയ ചെൽസി താരം കോൾ പാമർ കളത്തിറങ്ങി 4ാം മിനിറ്റിൽ ഇംഗ്ലണ്ടിന് പ്രതീക്ഷ നൽകി. ബോക്സിനുള്ളിൽ ബുക്കായ സാക്കയുടെ പാസ് ജൂഡ് ബെലിംഗത്തിന്. ബെലിംഗത്തിൽ നിന്ന് പന്ത് സ്വീകരിച്ച പാമറുടെ ഷോട്ട് സ്പാനിഷ് പ്രതിരോധ നിരയെ കീറിമുറിച്ച് വലയിലേക്ക്. നിശ്ചയ സമയം തീരാൻ 4 മിനിറ്റ് ബാക്കി നിൽക്കെയായിരുന്നു ടൂർണമെന്റിന്റെ ഫേവറേറ്റുകളുടെ വിജയ ഗോൾ. ഇടതുവിംഗിൽ നിന്ന് നീട്ടി നൽകിയ പാസിന് നായകൻ അൽവാരോ മൊറോട്ടയ്ക്ക് പകരമെത്തിയ ഒയർസബാലിന് കാൽ വെച്ചു കൊടുക്കേണ്ട ദൗത്യമേ ഉണ്ടായിരുന്നുള്ളൂ. ജയത്തോടെ സ്പെയിനിന്റെ 4ാം യൂറോ കിരീടം, സുവർണ തലമുറയ്ക്ക് ശേഷമുള്ള ആദ്യ കിരീടവും. സ്പോർട്സ് ഡെസ്ക്, ന്യൂസ് 18.